രജനിക്ക് പുതിയതായി കല്യാണം കഴിഞ്ഞിരുന്നു. പക്ഷേ ഭർത്താവിന്റെ വീട്ടിലാരോടും അവൾ ശരിക്കും സംസാരിക്കുന്നില്ല. അവളുടെ ഭർത്താവ് കമൽ, അവരുടെ അച്ഛനമ്മയ്ക്ക് ഒരു മകൻ. പണത്തിനും സമ്പത്തിനും ഒരു കുറവുമില്ലായിരുന്നു. രജനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. എന്നിരുന്നാലും അവളെന്തോ ദിവസവും നിശബ്ദതയായിരുന്നു. എന്തുപറ്റി രജനി? നിനക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ ആരോടും സംസാരിക്കുന്നതേയില്ല, എപ്പോഴും വെറുതെ ഇരിക്കുന്നു. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല മരുമകളെ, തീർച്ചയായും എന്തോ ഒന്നുണ്ട്. കല്യാണത്തിന് മുന്നേ പുറത്തന്വേഷിച്ചപ്പോൾ നീ വളരെ വായാടിയാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തുപറ്റി? ഇവിടെ നോക്കുമോളെ, ഈ വീടും നിന്റെയാണ്, ഞങ്ങളും നിന്റെയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറമോളെ. ഇല്ല അമ്മേ, എല്ലാം പുതിയതല്ലേ, അതുകൊണ്ടാ. ഓഹോ, ഇതാണോ കാര്യം? ശരി കമൽ, ഒരു കാര്യം ചെയ്, മരുമകളെ എവിടേക്കെങ്കിലും പുറത്തു കൊണ്ടുപോ. കുറച്ചുനേരം പുറത്തു പോയാൽ കുറച്ച് നന്നായിരിക്കും. ശരിയമ്മേ. അന്ന് വൈകുന്നേരം കമൽ രജനിയെ ഒരു വലിയ റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെയും അവൾ നിശബ്ദയായിരുന്നു. അതുകൊണ്ട് കമൽ വീണ്ടും അവളോട് ചോദിച്ചു, രജനി, നീ ഇവിടെ വന്നിട്ടും സന്തോഷിക്കുന്നില്ല, എന്തുപറ്റി? എന്തുകൊണ്ടാ നീ ഒന്നും കഴിക്കാത്തത്? എന്നെ നിനക്ക് ഇഷ്ടമായില്ലേ? ഇല്ല ഏട്ടാ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ശരിക്കും സന്തോഷത്തിലാ. ശരി, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഇന്നു മുതൽ എന്റെ മുഖത്ത് ദുഃഖമില്ല. വേണമെങ്കിൽ നോക്കിക്കോളൂ. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുകയല്ല. അതുപോലെ നീ സങ്കടപ്പെടുന്നത് കണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് കമൽ അവിടുന്ന് റെസ്റ്റ് റൂമിലേക്ക് പോയി. അവൻ പോയതിനു ശേഷം രജനി ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ, ഇദ്ദേഹത്തിന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഒരുപാട് ദിവസമായി ഇഷ്ടപ്പെട്ട പണി ചെയ്യുന്നില്ലെന്ന്, അതാ കഴിക്കുന്നത്. ആഹാഹാഹാ, ഗുലാബ് ജാമുൻ കാണാൻ ഇത്ര ഭംഗിയാ. ഇന്നു മുതലോ കഴിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ അമ്മ പറയുന്നത് എന്തു ചെയ്യും? ഇവിടെ നോക്കു രജനി, ഇവിടെ നീ വിചാരിച്ചതൊക്കെ നടന്നു. പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ അങ്ങനെ നടക്കില്ല. ആനക്കുട്ടികൾ കഴിക്കുന്നത് പോലെ കഴിക്കണ്ട. കുറച്ച് മര്യാദയോടെ കുറച്ച് കഴിക്കി, മനസ്സിലായോ? അല്ലെങ്കിൽ എല്ലാരും നിന്നെ കളിയാക്കും. പക്ഷേ ഇതൊന്നും എന്റെ ഭർത്താവിന്റെ വീടല്ലല്ലോ, അതുകൊണ്ട് എനിക്കിവിടെ കഴിക്കാലോ. അങ്ങനെ പറഞ്ഞ് രജനി അവിടെയുണ്ടായിരുന്ന ഒരു ഗുലാബ് ജാമുൻ എടുത്തു കഴിച്ചു. അത് നല്ല രുചിയായതുകൊണ്ട് ഒന്നൊന്നായി എല്ലാം കാലിയാക്കി. അത് കഴിഞ്ഞ് അവളുടെ കണ്ണ് അടുത്തുണ്ടായിരുന്ന സമൂസയിൽ പോയി. ഓ, സമൂസ! ആഹാ, ക്ഷമിക്കൂ കൂട്ടുകാരെ, അടുത്ത അദ്ദേഹം ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ടാ നിങ്ങളെ നോക്കാഞ്ഞേ. രജനി ഒന്നൊന്നായി സമൂസ കഴിച്ചു. അങ്ങനെ കഴിക്കുന്നതിൽ അവൾക്ക് ഒരുപാട് സന്തോഷമായി. കമൽ അവളെ അവിടെ വിട്ടുപോയെന്ന് അവൾ ചിന്തിച്ചു. ആരും അവളെ കണ്ടില്ലെന്ന്. പക്ഷേ കമൽ എവിടെയും വിട്ടുപോയില്ല, റെസ്റ്റ് റൂമിലേക്കാണ് പോയത്. പക്ഷെ അവൻ തിരിച്ചു വരുമ്പോൾ രജനി സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അവിടെ നിന്ന് നോക്കി. അയ്യോ, ഇവൾ കഴിക്കുമ്പോൾ എന്ത് സന്തോഷവതിയാണ്. ഓഹോ, ഇതായിരുന്നു കാര്യം. ഇവളൊരു ഭക്ഷണപ്രിയയാണെന്ന് തോന്നുന്നു. എന്നാൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കഴിക്കാൻ ഇവൾ ബുദ്ധിമുട്ടുന്നു. കമൽ രജനിയുടെ അടുത്ത് വന്നില്ല. അവൾ ഒന്നൊന്നായി എല്ലാ സമൂസയും എടുത്തു കഴിച്ചു. ആവൂ, ഇങ്ങനെ കഴിച്ച് എത്ര ദിവസമായി? ശരി, വീട്ടിൽ പോകാം. വീട്ടിൽ പോയി അദ്ദേഹത്തെ സമാധാനിപ്പിക്കണം. രജനി റെസ്റ്റോറന്റ് വിട്ട് പുറത്തു വന്നു. അപ്പൊ വണ്ടിക്കടുത്ത് കമൽ അവൾക്ക് വേണ്ടി കാത്തുനിന്നു. അവനെ കണ്ടത് രജനി ഒരുപാട് ഷോക്കായി. അയ്യോ ദൈവമേ, ഇദ്ദേഹമുണ്ടോ ഇവിടെ? ഇദ്ദേഹം ഞാൻ കഴിക്കുമ്പോ കണ്ടോ എന്തോ? രജനി, വാ. നീ എന്ത് ചിന്തിക്കുക? ഇതുവരെ ഔട്ടിങ് കഴിഞ്ഞിട്ടില്ല. രജനി കമലോടൊപ്പം കാറിൽ കയറിയിരുന്നു. അവൾ ഒന്നും മിണ്ടിയില്ല. അപ്പോ കമൽ ഇങ്ങനെ ചോദിച്ചു, രജനി, നിനക്ക് നല്ല വിശപ്പുണ്ടായിരിക്കും. റെസ്റ്റോറന്റിൽ പോലും നീയൊന്നും കഴിച്ചില്ല. നിന്റെ ഫേവറേറ്റ് ചാർട്ട് ഞാൻ വാങ്ങിത്തരാം, വാ. വളരെ നന്നായി. അപ്പൊ ഞാൻ കഴിച്ചത് ഇദ്ദേഹം കണ്ടിട്ടില്ല. ആഹാ, ഇപ്പൊ ചാറ്റും കഴിക്കുന്നുണ്ടോ? ഇന്നത്തെ ദിവസം എന്റെ സൂപ്പറാ. ഇപ്പൊ രജനിയുടെ മുഖത്തെ സന്തോഷം കണ്ട് കമലും ഒരുപാട് സന്തോഷിച്ചു. അവൻ രജനിയുടെ സന്തോഷം ഇല്ലാതാക്കിയില്ല. അതുകൊണ്ട് അവൻ ഒന്നും മിണ്ടാതെ രജനിയെ ചാറ്റ് മസാല കടയ്ക്ക് കൊണ്ടുപോയി. ആ ചാറ്റ് കണ്ടതും രജനിയുടെ വായിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. ചേട്ടാ, ഫട്ടാഫട്ട് ഗോൽഗപ്പ തരൂ. ഞാൻ നിർത്തൂ എന്ന് പറയുന്നവരെ നിർത്തരുത്, കേട്ടോ? അപ്പോഴാണ് അവളുടെ അടുത്ത് നിന്ന് കമലിനെ കുറിച്ച് ഓർത്തത്. അവൾ പേടിച്ചു. അത് കഴിഞ്ഞ് കടക്കാരനോട്, അതായത് അധികം വെക്കണ്ട, ഞാൻ പറയാം നിർത്തൂ എന്ന്. എന്താ രജനി, എനിക്ക് ഗോലുഗപ്പയെ ഒരുപാട് ഇഷ്ടമാ. പിന്നെ സ്ത്രീകൾക്ക് ഒരുപാട് ഗോലുഗപ്പ കഴിക്കാൻ പറ്റില്ലെന്നും കേട്ടിട്ടുണ്ട്. വാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രജനി തലയാട്ടി കമലിനോട് ശരി എന്ന് പറഞ്ഞു. അതവളുടെ മുഖത്ത് കണ്ടില്ല.
പക്ഷേ മനസ്സിൽ വളരെ സന്തോഷമായിരുന്നു. ആഹാ, ഇന്ന് വയറ് നിറയുന്നവരെ ഞാൻ ഗോൽഗപ്പ കഴിക്കും. അവൻ പറഞ്ഞ പോലെ അവിടെ ഗോൽഗപ്പ ചലഞ്ച് നടന്നു. കമൽ അവന്റെ തോൽവി സമ്മതിച്ചു. അതുകൊണ്ട് രജനി ഇപ്പോ നിർത്തേണ്ടിയിരുന്നു. അയ്യോ, ഇപ്പോഴാ ടേസ്റ്റ് ആവാൻ തുടങ്ങിയത്. കമലിനെ രജനിയെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഒരു കാരണവുമില്ലെങ്കിൽ അവൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് രജനിക്ക് കഴിക്കാൻ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും. രജനി, ഇതാ ഇതെന്തായിട്ടാ? ഈ പാക്കറ്റിൽ കച്ചോരിയുണ്ട്. ഇതെല്ലാം ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. പാവപ്പെട്ടവർക്കോ? എന്നേക്കാൾ പാവപ്പെട്ടവരാരാവിടെ? കമൽ അവിടുന്ന് പോയതിനു ശേഷം രജനി എല്ലാ കച്ചോരിയും കഴിച്ചു. ഇപ്പൊ രജനി വീട്ടിലുള്ള എല്ലാവരോടും നന്നായി സംസാരിച്ചു. എന്തെന്നാൽ അവളുടെ ഈ ശീലത്തിനെക്കുറിച്ച് ആരും അറിയില്ലെന്ന് വിചാരിച്ചു. ഒരു നേരം പോലും അവൾക്ക് കഴിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവസ്ഥ എന്തെന്നോ, അവൾ ഇപ്പോഴേക്ക് ഭക്ഷണത്തിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ചിക്കൻ കറി ചെയ്യാം. കഴിച്ച് ഒരുപാട് ദിവസമായി. മരുമകളെ, നീ രാമുവിനോട് 3 കിലോ ചിക്കൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞോ? പിന്നെ ഇതെന്താ? എന്തിനാ ഇത്രയും അരി കൊണ്ടുവന്നത്? ഇന്നെന്തെങ്കിലും വിശേഷമുണ്ടോ? നീ ഒന്നും പറഞ്ഞതേയില്ല. ഇല്ല അമ്മേ, വിശേഷമൊന്നുമില്ല. പിന്നെ ഇത്ര ഭക്ഷണം ആർക്കു വേണ്ടിയാ? അത് പിന്നെ അത് അമ്മേ, അത് ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തതാണ്. അയ്യോ മരുമകളെ, ആർക്കെങ്കിലും ദാനം ചെയ്യണമെങ്കിൽ വേറെ എന്തെങ്കിലും ദാനം ചെയ്. അതല്ലാതെ ഇവിടെ നോക്കുരാമോ, 1 കിലോ ചിക്കൻ മതി. അത് കഴിഞ്ഞ് കാന്ത അവിടുന്ന് പോയതിനു ശേഷം അയ്യോ, വയറ് നിറയെ കഴിക്കാൻ വിചാരിച്ചു. പക്ഷെ അമ്മ എല്ലാം നശിപ്പിച്ചു. ഇപ്പൊ എന്തു ചെയ്യും? ശരി, ഓൺലൈൻ ഓർഡർ ചെയ്ത് ആരും അറിയാതെ കഴിക്കാം. രജനി ഉടനെ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഏകദേശം വീട്ടിൽ വരാൻ സമയവുമായി. അമ്മേ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ റൂമിൽ ചെന്ന് വിശ്രമിക്കൂ, ഞാനെല്ലാം ചെയ്തോളാം. അത് സാരമില്ല മോളെ, ഞാൻ ചെയ്തോളാം. ഇല്ല അമ്മേ, നിങ്ങൾ റെസ്റ്റ് എടുക്കൂ. രജനി കാന്തയെ നിർബന്ധിച്ച് അവരുടെ റൂമിലേക്ക് അയച്ചു. എന്തെന്നാൽ ഓൺലൈൻ ഫുഡ് വരുമ്പോൾ കാന്ത അവിടെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് ചിന്തിച്ചു. അവൾ ഉടനെ മെയിൻ ഗേറ്റിൽ ചെന്ന് നിന്നു. ഭക്ഷണം വന്നതും വേഗം റൂമിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും അവളുടെ അമ്മായിമ്മ പുറത്തേക്ക് വന്നു നിന്നു. അമ്മേ, നിങ്ങൾ അത് രജനി, ഞാൻ എല്ലാം ശ്രദ്ധിച്ചു. നിനക്ക് ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്യണമെങ്കിൽ ഭക്ഷണം എന്തിനാ വീട്ടിൽ വച്ചത്? എനിക്കിപ്പോ എല്ലാ സത്യവും ഉടനെ ഇപ്പൊ അറിയണം. അത് ഒന്നുമില്ല അമ്മേ, ഞാൻ പേടിച്ചു പോയി. ഇന്ന് ചിക്കൻ കറി നാശായല്ലോ ഇന്ന്. അതുകൊണ്ടാ. അയ്യോ, പക്ഷെ എന്താ മോളെ നീ ആദ്യം പറയാഞ്ഞേ? ശരി വാ, ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഓർഡർ ചെയ്ത ഫുഡ് ഫ്രിഡ്ജിൽ വെക്കേ. ഞാനിന്ന് നിനക്ക് കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരാം, വാ. രജനി വേറെ വഴിയില്ലാതെ ശരിയെന്ന് പറഞ്ഞ് ആ ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചു. കാന്ത രജനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞുകൊടുത്തു. അത് കഴിഞ്ഞ് അർദ്ധരാത്രി. ഓഹോ, ഓർഡർ ചെയ്ത ഫുഡ് ഫ്രിഡ്ജിലുണ്ട്. ഞാൻ കഴിച്ചേയില്ല. എന്തു ചെയ്യും? വേണമെങ്കിൽ ഇപ്പൊ കഴിച്ചാലോ? രജനി കമലിനെ നോക്കി. കമൽ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പ അവൾ മെല്ലെ എഴുന്നേറ്റ് നേരെ കിച്ചണിൽ ചെന്ന് ആ കറിയെടുത്ത് ചൂടാക്കി. ഭർത്താവിന്റെ വീട്ടിൽ കഴിക്കാൻ ഇത്ര നാടകമെന്നറിഞ്ഞാൽ ഞാൻ കല്യാണം തന്നെ കഴിക്കില്ലായിരുന്നു. ശരി, എന്തെങ്കിലും ആവട്ടെ. ആഹാ, ഇതിന്റെ മണം എത്ര സൂപ്പറാ. ആ ചപ്പാത്തി എവിടെ? ഇനി എന്നെ ആർക്കും തടയാൻ കഴിയില്ല. ഇല്ല, ഞാൻ നിന്നെ തടയും. അപ്പൊ വാതിലിന്റെ അടുത്ത് നിന്ന് കമലിന്റെ ശബ്ദം കേട്ടു. കമലിന്റെ ശബ്ദം കേട്ടതും വായിലിരുന്ന റൊട്ടി താഴെയിട്ടു. അവൾ പതറിക്കൊണ്ടേ കമലിനോട് ഇങ്ങനെ പറഞ്ഞു. ചേട്ടാ, അത് ഞാൻ പിന്നെ ഒരുപാട് നേരമായി തെരുവിലൊരു പട്ടി കുരച്ചു. അതാ അതിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചത്. മതി രജനി, എനിക്ക് എല്ലാം അറിയാം. എല്ലാവരുടെയും മുൻപിൽ വെച്ച് കഴിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെ കഴിക്കുന്നത്. എന്താ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. രജനി, കള്ളം പറയണ്ട. നോക്ക്, നീ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഈ വീട്ടിൽ ആർക്കും പ്രശ്നമില്ല. നിനക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, അത്രയല്ലേ ഉള്ളൂ. അത് കേട്ടതും രജനിയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. അത് കണ്ട് ഉടനെ കമൽ അവളുടെ അടുത്ത് ചെന്ന് അവളെ സമാധാനിപ്പിച്ചു. രജനി, ഇങ്ങനെ കഴിക്കുന്നത് തെറ്റൊന്നുമല്ല. എന്നാൽ ശരിയായ സമയത്ത് ശരിയായ ഭക്ഷണം കഴിക്കണം. അതാണ് നമ്മുടെ ഹെൽത്തിനും നല്ലത്. എനിക്ക് ഇതെല്ലാം നേരത്തെ തന്നെ അറിയാം. നീ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയാ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. എന്നാൽ പാതിരാത്രി ഇങ്ങനെ വന്ന് കഴിക്കുന്നത് വളരെ തെറ്റാ. ഇതിലൂടെ ഹെൽത്തും സ്പോയിലാകും. അപ്പൊ ഞാൻ മാത്രം എന്ത് ചെയ്യും? അമ്മ പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ കുറച്ച് കഴിക്കാൻ. ഇല്ല, നീ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട.
അമ്മ പറഞ്ഞതല്ലേ ഇവിടെയുള്ളവർ ഈ വീട് എല്ലാം നിന്റേതും കൂടിയാ. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ നാണിക്കുന്നത്? പക്ഷെ കാണുന്നവർ എന്ത് വിചാരിക്കും? എനിക്ക് എത്ര വലിയ വയറാണെന്ന് കരുതും. അങ്ങനെയല്ലേ നീ കഴിക്കുന്നത്. ഇങ്ങനെയാണെങ്കിലും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനെ കഴിക്കുന്നത് തെറ്റൊന്നുമല്ല. കമൽ രജനിയെ കെട്ടിപ്പിടിച്ചു. ഇപ്പൊ രജനിക്ക് വളരെ സന്തോഷമായി. ഇനി അവൾ എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം.